Good morning, dear students. Today we are going to study the story A Shocking Accident in detail, written by Graham Greene. We have studied the central theme of the story and we understood what the story is about, including its short summary and about the author, etc. Let us enter to the story and what the story is talking about. Here, a shocking accident is labeled as a tragic accident, which is a humorous story about a tragic incident. And the story is told from the point of view of a boy named Jerome. Jerome is the central character of the story. And Jerome, who grows into adulthood and gets married by the time the story ends. Jerome is only 9 years old when he is called into his housemaster's room at a rather expensive preparatory school. എ ഷോക്കിംഗ് ആക്സിഡൻ്റ് എന്ന് പറയുന്നതിനെ ട്രാജിക് ആക്സിഡൻ്റ് എന്ന് കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ട്രാജിക് ഇൻസിഡൻസിനെ കുറിച്ചുള്ള സ്റ്റോറിയാണ്. ഈ സ്റ്റോറി പറയുന്നത് ജെറോം എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്, വീക്ഷണത്തിൽ നിന്നാണ്. അതായത് ജെറോം എന്താണ്, യുവത്വത്തിലേക്ക് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് അഡൾട്ട്ഹുഡ്, അതായത് തൻ്റെ യൗവനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ കഥയുടെ അവസാനത്തിൽ ജെറോം വിവാഹം കഴിക്കുന്ന രംഗം കൂടെ പറയുന്നുണ്ട്. ഈ സംഭവ സമയത്ത് ജെറോം 9 വയസ്സ് പ്രായമാണ്. മാത്രമല്ല ജെറോമിൻ്റെ ഹൗസ് മാസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സംഭവത്തെ വിവരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. ഇതിനെ ഒരു റാദർ എക്സ്പെൻസീവ് പ്രിപ്പറേറ്ററി സ്കൂൾ എന്നാണ് പറയുന്നത്. വളരെയധികം ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചൊക്കെ മോഡേൺ ആയിട്ടുള്ള ഒരു ഇതിനെക്കുറിച്ചാണ്, ഇൻറ്റീരിയർ റൂമിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എനിവേ, Mr. Wordsworth has the difficult job of breaking the news to young Jerome that the boy's father is dead. What makes the job especially difficult is that Miss Wordsworth has to keep from laughing while he explains what happened. He has to be serious and sympathetic when the incident seems so ridiculous that it is hard for anyone, including the reader, to visualize it without laughing. അപ്പോൾ ജെറോമിൻ്റെ ഹൗസ് മാസ്റ്റർ എന്ന് പറയുന്ന ആളാണ് മിസ്റ്റർ വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത്. ജെറോമിനോട് തൻ്റെ ഫാദറിൻ്റെ മരണത്തെക്കുറിച്ച് ആ ഒരു വാർത്ത വെളിപ്പെടുത്താൻ മിസ്റ്റർ വേർഡ്സ്വർത്തിന് വലിയ ഒരു പ്രയാസം തോന്നി. കാരണം തൻ്റെ ജെറോമിൻ്റെ ഫാദർ മരിച്ചു എന്നുള്ളത് ജെറോമിനോട് പറയുക എന്നുള്ളത് വലിയ ക്ലേശകരമായിട്ടുള്ള ഒരു ജോലിയായിട്ട് മിസ്റ്റർ വേർഡ്സ്വർത്തിന് തോന്നി. അതായത് ഈ ജോലിയിലെ ബുദ്ധിമുട്ട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്ന സമയത്ത്, വിവരിച്ചു കൊടുക്കുന്ന സമയത്ത് ചിരിക്കാതെ അല്ലെങ്കിൽ പൊട്ടിച്ചിരി വരാതെ അത് പറയണം എന്നുള്ളതായിരുന്നു ശരിക്കും ഇതിലെ ക്ലേശകരമായിട്ടുള്ള ജോലി. മാത്രമല്ല ഈ ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ എത്ര തന്നെ ആയിരുന്നാലും ഒരാളുടെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ മരണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് കുറച്ചൊക്കെ സീരിയസ് ആവണം, സിമ്പത്തറ്റിക് ആവണം. മാത്രമല്ല ഇതെങ്ങാനും വളരെ അധികം നേരത്തെ പറഞ്ഞതുപോലെ ചിരി വരുന്ന രൂപത്തിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു പരിഹാസ്യപരമായിട്ട് മാറിയേക്കാം. മാത്രമല്ല അത് ആർക്കായിരുന്നാലും തൻ്റെ സ്വന്തം അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് വളരെ പരിഹാസ്യപരമായിട്ട്, വളരെ കോമിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വെച്ച് പറയുമ്പോൾ അതിൽ വളരെയധികം വിഷമം എന്ത് ചെയ്യും, കേൾക്കുന്ന ആളിന് തോന്നും. പ്രത്യേകിച്ച് ഇവിടെ വായനക്കാരനും എന്തു ചെയ്യും, തോന്നും. അപ്പോൾ ഇതിനെ ചിരിയൊന്നുമില്ലാതെ വളരെ സിമ്പത്തറ്റിക്കായിട്ട്, സീരിയസ് ആയിട്ട് ജെറോമിനെ എങ്ങനെ അവതരിപ്പിക്കുമെന്നുള്ളതാണ് മിസ്റ്റർ വേർഡ്സ്വർത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത്. ആൻഡ് ദ ബോയ്സ് ഫാദർ whom Jerome idolizes is a writer who does a lot of traveling. He writes books about his impressions of the various places he visits, rather in the manner of Robert Louis Stevenson.
And he has a fairly good following and a comfortable income in spite of the fact that he's obviously only a mediocre writer who probably appeals mostly to the housebound old ladies like Jerome's aunt. The titles of a couple of his books suggest what kind of a writer he is. They are Sunshine and Shade and Ramblers in Bellatrix. ജെറോമിൻ്റെ ഫാദറിനെ കുറിച്ച് ജെറോം തന്നെ പറയുകയാണ്, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, മാത്രമല്ല ഒരുപാട് യാത്രകളും ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹം സന്ദർശിക്കുന്ന സ്ഥലത്തിനെ കുറിച്ചുള്ള എല്ലാ ഇമ്പ്രഷനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇദ്ദേഹം പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അതായത് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസണൊക്കെ പോലെ. മാത്രമല്ല വളരെ നല്ല ഒരു വരുമാനമുള്ള ഒരാളാണ് ഇദ്ദേഹം. ഒരു മീഡിയോക്കർ റൈറ്ററാണ്. പ്രത്യേകിച്ചും ജെറോമിൻ്റെ ആൻറ്റിനെ പോലെയുള്ള ഒരു ഹൗസ് ബോണ്ട് ഓൾഡ് ലേഡീസിനൊക്കെ സംബന്ധിച്ചുള്ള ഇതൊക്കെ ഒരുപാട് ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ കൊണ്ടുവരാറുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ 2 പുസ്തകത്തെക്കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഏത് തരം എഴുത്തുകാരനാണ് ജെറോമിൻ്റെ ഫാദർ എന്നുള്ളത്. അത് സൺഷൈൻ ഒന്നും ഷെയ്ഡ് ആൻഡ് റാമ്പിൾസ് ഇൻ ബെലാറിക്സ് എന്ന് പറയുന്നത് അതൊക്കെ ഓരോ സ്ഥലത്ത് കാണുന്ന കാഴ്ചകളും അവിടുത്തെ പ്രകൃതിയും അവിടുത്തെ ചുറ്റുപാടിനെ കുറിച്ചൊക്കെ എഴുതിയതാണ്. അപ്പോൾ അങ്ങനത്തെ എഴുത്തിൽ തന്നെ അറിയാൻ പറ്റും ഇദ്ദേഹം ഒരു സഞ്ചാരിയാണ്, ഏത് തരം എഴുത്തുകാരിയാണെന്നുള്ളതൊക്കെ. എനിവേ, ദിസ് ഇസ് നോട്ട് ദ മാറ്റർ ഓഫ് സബ്ജക്റ്റ്. ആൻഡ് ഓൾസോ അബൌട്ട് ദി author is also like Jerome's father. Just a short note of author's attitude is portrayed here. Graham Greene himself did a lot of traveling in order to stimulate his creative imagination by seeing new places and encountering new people. ഗ്രഹാം ഗ്രീനിനെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സ്റ്റോറി എഴുതിയ ഓതറാണ്, ഈ സ്റ്റോറിയിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. സ്റ്റോറിയിൽ ഉൾപ്പെടുത്തിയല്ല, ഈ കഥ പറയുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുമുള്ള എഴുതിയെന്ന് മാത്രം. അപ്പോൾ ഗ്രഹാം ഗ്രീൻ എന്ന് പറയുന്ന ഈ ഓതറിനെ സംബന്ധിച്ചിടത്തോളം ഈ ജെറോമിൻ്റെ ഫാദറിനെ പോലെയാണ് എല്ലായ്പ്പോഴും ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ്. ഈ യാത്രകൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ ജനങ്ങളെയും പുതിയ സ്ഥലത്തെയും ഒക്കെ കണ്ടിട്ട് തൻ്റെ എഴുത്തിൻ്റെ ആ ഒരു സാങ്കല്പികതയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണത്. Some of his novels are set in Far East, in Africa, in South America, and in Caribbean. He may be making fun of himself in a shocking accident. ഗ്രഹാം ഗ്രീനിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലും അതുപോലെ തന്നെ കരീബിയനിലൊക്കെ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ യാത്രകളുടെയൊക്കെ ഫലമായിട്ട് ഒരുപാട് നോവലിൻ്റെ പശ്ചാത്തലവും ഈ സ്ഥലങ്ങളിലായിട്ട് ഒതുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഷോക്കിംഗ് ആക്സിഡൻ്റ് എന്ന് പറയുന്ന ഈ ഒരു നോവലിലും ഗ്രഹാം ഗ്രീൻ തന്നെക്കുറിച്ച് തന്നെ തമാശയിൽ അവതരിപ്പിക്കുന്ന കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ദ നെക്സ്റ്റ്, ആഫ്റ്റർ സം പ്രിലിമിനറി സ്മോൾ ടോക്ക്, മിസ്റ്റർ വേർഡ്സ്വർത്ത് ഈസ് ഫസ്റ്റ് എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻഡ്. ജെറോമിനെ തൻ്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തി, എന്നിട്ട് കുറച്ചൊക്കെ എന്താണ് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് പതിയെ ജെറോമിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് പതിയെ ഈ സ്റ്റോറിയിലേക്ക് കൊണ്ടുവരികയാണ്. തൻ്റെ ഫാദറിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വാർത്ത വെളിപ്പെടുത്തുന്ന ആ ഒരു രംഗത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇവിടെ മിസ്റ്റർ വേർഡ്സ്വർത്ത് പറയുന്നു. യുവർ ഫാദർ വാസ് വാക്കിംഗ് along a street in Naples when a pig fell on him. A shocking accident. Apparently in the poorer quarters of Naples they keep pigs on their balconies. This one was on the 5th floor. It had grown too fat. The balcony broke. The pig fell on your father. Mr. Wordsworth left his desk rapidly and went to the window, turning his back on Jerome. He shook a little with emotion. Mr. Wordsworth doesn't want Jerome to see that he's having a hard time keeping himself from laughing at the ridiculous aspect of a shocking accident. അങ്ങനെ വേർഡ്സ്വർത്ത് ജെറോമിനോട് എന്താണ് സംഭവിച്ചത് എന്ന് പറയുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നത്, അതായത് നാപ്പിൾസ് എന്ന് പറയുന്ന സ്ഥലത്തിൽ അവരുടെ നാടാണ്, അവിടുത്തെ തെരുവിലൂടെ
ജെറോമിൻ്റെ ഫാദർ നിൻ്റെ ഫാദർ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഈ നടക്കുന്ന സമയത്ത് ഒരു പന്നി നിൻ്റെ ഫാദറിൻ്റെ മുകളിലൂടെ എന്ത് ചെയ്തു, വീണു. എ ഷോക്കിംഗ് ആക്സിഡൻറ്റ്, വളരെ പെട്ടെന്നുള്ള ഒരു യാദൃശ്ചികമായിട്ടുള്ള നെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു അത്. അതേ സമയത്ത് തന്നെ അതായത് എന്താണിതിങ്ങനെ സംഭവിച്ചത്? കാരണം ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഒരു പന്നി ഇയാളുടെ മേലിൽ വീണിട്ട് ഇയാൾ മരിക്കുക എന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം പന്നി ഒരിക്കലും മുകൾ ഭാഗത്ത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നാപ്പിൾസ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലൊക്കെ, ഈ നാട്ടിലൊക്കെ ആളുകൾ എന്ത് ചെയ്യും, ഈ ക്വാർട്ടേഴ്സിലൊക്കെ താമസിക്കുന്ന ആളുകൾ അവരുടെ ബാൽക്കണിയിൽ പന്നിയെ എന്ത് ചെയ്യും, കെട്ടിയിടും. അല്ലെങ്കിൽ ബാൽക്കണിയിൽ പന്നിയെ ഇടാറുണ്ട്. സാധാരണ വീടിൻ്റെ മുറ്റത്തും സിറ്റ് ഔട്ടിലും ഹാളിലൊക്കെ നായ ഉണ്ടാവാറുണ്ട് ചില വീടുകളിലൊക്കെ. അതുപോലെ ക്വാർട്ടേഴ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ 2-3 നിലയുള്ള ബിൽഡിങ്ങുകളായിരിക്കും. അപ്പോൾ 3-ാമത്തെ 4-ാമത്തെ നിലയിലുള്ള ആളുകളൊക്കെ ഈ ബാൽക്കണിയിലൊക്കെ എന്ത് ചെയ്യും, ഈ നായ എന്ത് ചെയ്യും, പന്നിയെ വളർത്തും. അപ്പോൾ ദിസ് വൺ വാസ് ഓൺ ദ 5th ഫ്ലോർ. ഈ ജെറോമിൻ്റെ ഫാദറിൻ്റെ മേലിലൂടെ വീണ പന്നി എന്ന് പറയുന്നത് 5-ാമത്തെ നിലയിലായിരുന്നു. മാത്രമല്ല വളരെ തടിച്ചു കൊഴുത്തൊരു പന്നിയായിരുന്നത്. അങ്ങനെ ഈ പന്നിയുടെ കനം താങ്ങാൻ വയ്യാതെ ഈ ബാൽക്കണി പൊട്ടി വീണു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ബാൽക്കണി പൊട്ടിയപ്പോൾ ഈ പന്നി ബാൽക്കണിയുടെ മുകളിൽ നിന്നിരുന്ന ഈ പന്നി ഇയാളുടെ ഫാദറിൻ്റെ, അതായത് ജെറോമിൻ്റെ ഫാദറിൻ്റെ മേലിലൂടെ വീണു. അതാണ് സംഭവം. ആ സംഭവത്തെ വിവരിച്ചു. അങ്ങനെ ഇത് പറഞ്ഞ ഉടനെ മിസ്റ്റർ വേർഡ്സ്വർത്ത് ഇദ്ദേഹം പെട്ടെന്ന് ഇയാളുടെ ഡെസ്കിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് വിൻഡോയുടെ അടുത്തേക്ക് പോയി. ടേണിങ് ഹിസ് ബാക്ക് ഓൺ ജെറോം. അതായത് ഇയാൾ എണീറ്റ് വിൻഡോയുടെ അടുത്തേക്ക് പോയി. കാരണം ജെറോമിനെ മുഖത്ത് നോക്കാൻ വയ്യ. കാരണം ജെറോം തന്നെ നേരെ മുന്നിലിരിക്കുകയാണ്. അപ്പം എണീറ്റിട്ട് നേരെ വിൻഡോയുടെ അടുത്തേക്ക് പോയി. എന്നിട്ടിങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഹി ഷൂക്ക് എ ലിറ്റിൽ വിത്ത് ഇമോഷൻ. അങ്ങനെ കുറച്ചൊക്കെ ഇമോഷൻ ഉള്ളതുപോലെ അദ്ദേഹം എന്ത് ചെയ്തു, പ്രകടിപ്പിച്ചു. മിസ് വേർഡ്സ്വർത്ത് ഡസൻറ്റ് വാണ്ട് ജെറോം ടു സീ വാട്ട് ഹീ ഈസ് ഹാവിങ് എ ഹാർഡ് ടൈം കീപ്പിംഗ് ഹിംസെൽഫ് ഫ്രം ലാഫിങ് അറ്റ് ദ റിഡിക്കുലസ് ആസ്പെക്ട് ഓഫ് ഷോക്കിംഗ് ആക്സിഡൻറ്റ്. ഇവിടെ സംഭവം എന്താണ്? ജെറോമിൻ്റെ വിഷമം പിടിച്ച മുഖം കാണാൻ കഴിയാതെ പോയതല്ല വേർഡ്സ്വർത്ത്. മറിച്ച് വളരെ രസകരമായിട്ടുള്ള ഒരു പന്നി വീണിട്ടൊക്കെ ഒരാൾ മരിക്കുക, 5th ഫ്ലോറിൽ നിന്നൊക്കെ ഒരു പന്നി ഒരാളുടെ മേലിൽ വീണിട്ട് മരിക്കുക എന്നൊക്കെ പറയുന്നു. വളരെ രസകരമായിട്ടുള്ള സംഭവം വിവരിച്ചിട്ട് ചിരിയടക്കാനാവാതെ ജനലിൻ്റെ അടുത്തേക്ക് പോയതാണ്. ആക്ച്വലി ജെറോമിൻ്റെ അടുത്തൊന്നും ഇയാൾ ചിരിച്ചിട്ടില്ല, ചിരിക്കുന്ന ഭാവം പോലും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇയാളുടെ മുഖം കാണാത്ത രൂപത്തിൽ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. എന്തിന്? ഇത്രത്തോളം ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ആക്സിഡൻറ്റിൻ്റെ ഇത് വിവരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പരിഹാസ്യപരമായിട്ടുള്ള ആ ഒരു സമീപനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഒരാളോട് നിൻ്റെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ചിരിക്കുമ്പോൾ അയാളിൽ ആ ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇമോഷൻ ഉണ്ടാകും. അതിലുപരി നമ്മുടെ ചിരിയും കൂടെ കാണുമ്പോൾ അത് ഒരുപാട് ടെൻഷൻസ് ആ വ്യക്തിക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇതാണ് ശരിക്കും വേർഡ്സ്വർത്ത് പറഞ്ഞ ഹാർഡ് ടൈം എന്ന് പറയുന്നത്. അതായത് കീപ്പിംഗ് ഹിംസെൽഫ് ഫ്രം ലാഫിങ്. ചിരിയിൽ നിന്ന് തന്നെ ഒതുക്കി നിർത്തുക, ചിരി ഒതുക്കി നിർത്തുക. അതിനാണ് ഇദ്ദേഹം ഈ ജനലിൻ്റെ അടുത്തേക്ക് വന്നത്. ഓക്കെ, ദ റെസ്റ്റ് ഓഫ് ദ ചാപ്റ്റർ വിൽ ബി ഡിസ്കസ്ഡ് ടുമാറോ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.